വെൽക്കം ബാക്ക് അഗൈൻ. ഷറഫാണ്. ഇപ്പോൾ ഉള്ളത് പാലക്കാട്. എന്താണ് പാലക്കാട് പണിയെന്നല്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഒരു ടാക്സിയിലെ ഡ്രൈവറായിട്ട് പോവുകയാണ്. ടാക്സി ഡ്രൈവറെ ലൈഫാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. ഒരു ഡ്രോപ്പ് ടാക്സി എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ വണ്ടിയിലാണ്. നാട് കാണും ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കും ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഒരാഴ്ച ഒന്ന് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ വന്ന് നോക്കിയത്. നമ്മളെ കൊണ്ട് കഴിയോ ഇല്ല എന്നുള്ളത് നമ്മൾ അറിയും വേണ്ട. കോയമ്പത്തൂർ അവരെ ഓഫീസിലൊക്കെ പോയി നമ്മളെ കിടത്തും മീറ്റിംഗ് കൂടി ഒക്കെ ഈ വണ്ടിയിൽ തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. സത്യം പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഈ യാത്രയും ഈ ജോബും ഈ ടാക്സി ഡ്രൈവറും എന്നുള്ള പരിപാടിയൊക്കെ നല്ല രസമാണ്. എൻ്റെ ഓഫീസ് നമുക്ക് വിളി അങ്ങനെ വരും. അവർ പറയും ഇന്ന സ്ഥലത്ത് ഒരാളെ പിക്ക് ചെയ്യാണ്ട് എന്നിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയും. കാരണം ഓട്ടൊന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട. പക്ഷേ എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടുന്നത് രാത്രി 11 മണിക്കട്ടാണ്. ഉദുമൽപേട്ട് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം കോയമ്പത്തൂരിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യാണ്ട്. അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് ഒരു ടീമിനെ എടുത്തിട്ട് നേരെ കൊച്ചിൻ എയർപോർട്ട് ഏകദേശം രാവിലെ ഒരു 3-4 മണിൻ്റെ ഉള്ളിൽ ഞാൻ ഡ്രോപ്പ് ചെയ്ത് ഒരിടത്തു നിന്നുള്ള ക്യാഷൊക്കെ വാങ്ങി. അപ്പോൾ എത്ര ആയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനിക്കാരെ വിളിച്ച് ചോദിക്കും. അവർ പറഞ്ഞു തരലാണ് കേട്ടോ സംഗതി. നമുക്ക് തന്നെ കണക്ക് കൂട്ടാം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഓഫീസിൽ തന്നെ ഡീലാക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര റിസ്ക് കുറവാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓഫീസിൽ നിന്ന്. വീണ്ടും അവർക്ക് അടുത്തൊരു ഓർഡർ കിട്ടി. കൊച്ചിൻ എയർപോർട്ട് ടു പിന്നെ പാലക്കാട് വരെയുള്ളൊരു ഓട്ടം. 12 മണി ആയപ്പോഴേക്ക് അയാളോട് ഞാൻ പാലക്കാട് ഡ്രോപ്പ് ചെയ്തു. ഈ രണ്ടാമത് ഞാൻ എടുത്ത ആളെ വീട് എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഉള്ളിൽ പ്രദേശങ്ങളാണ്. ഭയങ്കര നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ നല്ല കൃഷി. ഇപ്പോൾ ഈ കാണുന്ന ഇതേപോലത്തെ കൃഷി കാര്യങ്ങൾ, പക്ഷെ നല്ല കാണാൻ രസമുള്ള കൃഷിയായിരുന്നു. അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ ഞാനൊരു പള്ളീൻ്റെ തൊട്ടടുത്ത് വണ്ടി ആൾട്ടാക്കിയാണ്ട് പള്ളിയിൽ നിന്ന് നിസ്കാരവും കാര്യങ്ങളും പിന്നെയും വണ്ടിയിലിരിക്കും. ഫുഡൊക്കെ പോയി കഴിച്ച് ആ പള്ളിനോട് ചുറ്റിപ്പറ്റിയാണ് ഞാൻ വണ്ടി സീഡാക്കിയിട്ട് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി. അതാണ് അതിൻ്റെ വലിയ ഹൈലൈറ്റ്. രസം. പാലക്കാട് ജനങ്ങൾ ഭയങ്കര അടിപൊളി, ഭയങ്കര കോർപ്പറേറ്റാണ്. ഭയങ്കരമായിട്ട് നമ്മോട് സംസാരിക്കാനും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാനൊക്കെ ഭയങ്കര താല്പര്യ കക്ഷികളാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരൊരു പെരുമാറ്റം. പിന്നെ അതുപോലെ ആ സ്ലാങ്, അവർ പ്രത്യേക ഒരു സ്ലാങ് ഉണ്ടല്ലോ, അതിലുള്ള സംസാരം കേൾക്കാൻ തന്നെ ഭയങ്കര രസം. ഏറ്റവും സിമ്പിളായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ലൈസൻസ് എടുക്കുക, ഡ്രൈവിങ് ചെയ്യുക എന്നുള്ളതാണ്. ഡ്രൈവിങ്ങിനോടൊരു ചെറിയൊരു പാഷൻ വേണം കേട്ടോ. പഠിച്ചിട്ട് കിട്ടുന്ന ജോലിനേക്കാളും കൂടുതൽ ക്യാഷ് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇന്നലെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തമിഴ്നാട് കവർ ചെയ്തു, കേരളം കവർ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഒരുപാട് ആളുകളായിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റും കേട്ടോ. അതാണ് ഭയങ്കര രസം. ഇന്നലെ ഇപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഒരു തമിഴനായിരുന്നു. അയാൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൗദിക്ക് പോകുന്ന പോക്കിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അയാൾ ആദ്യം മലേഷ്യ, സിംഗപ്പൂരൊക്കെ ജീവിച്ചിട്ടാണ് പിന്നെയാണ് സൗദിക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഞങ്ങൾ ഫസ്റ്റത്തെ ദിവസം ചർച്ച ചെയ്ത്. രണ്ടാമത്തെ ദിവസം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ആൾ നൈജീരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. നൈജീരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോൾ ഞാനൊരുപാട് കാര്യങ്ങൾ ചോദിച്ചു. മലബാർ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ആകെ ലക്ഷറി ലൈഫ് താല്പര്യപ്പെടുന്ന ആൾക്കാരല്ലേ. വലിയ വീട്, വലിയ സംഭവങ്ങളൊക്കെ വേണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല. പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ അങ്ങനെ താല്പര്യപ്പെടുന്നേ ഇല്ല. അവർക്ക് ആ പഴയ കാര്യങ്ങൾ, കൃഷി, എല്ലാ വീട്ടിലും ആരെങ്കിലും ഒരാൾ കൃഷി ചെയ്യാത്തുണ്ടാവില്ല. അപ്പോൾ കൃഷി ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീംസാണ് എല്ലാവരും. അപ്പോൾ അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. കണ്ട വെള്ളം കൊണ്ടുപോകാനുള്ള ചെറിയൊരു പാലുണ്ടാക്കിക്കണം. മാഷാ അല്ലാഹ്, കാണാൻ വർഷത്തോളം പഴക്കമുണ്ട്. അതിൻ്റെ ശേഷം ഇതിൽ ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഒരു മാറ്റം വന്നില്ല. അന്നത്തെ നിർമ്മിതി കൊണ്ട് മാത്രം നിലനിൽക്കുകയാണെന്നാണ്. അല്ല, എങ്ങനെയുണ്ട് സ്ഥലം? സ്പോട്ട് അടിപൊളിയല്ലേ? നമ്മൾ ആലത്തൂർ ടൗൺ കിടക്കുന്നത് ആ ഏരിയയിലാണ് കേട്ടോ. ഇത് പോകുന്നത് നേരെ നമുക്ക് എറണാകുളത്തേക്ക് പോകുന്ന ഹൈവേ ആണ്. അത് കിടക്കുന്ന നമ്മളെ വണ്ടി. ഇതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അത് കാണുന്നുണ്ടാവും. ഇതാ വെള്ളം. ഈ പാടത്തിൻ്റെ അങ്ങേപ്പുറം വേറൊരു പാടം കിടക്കുന്നുണ്ട്. ആ പാടത്തോട്ടാണ് എത്തിക്കുന്നത്. ഇഞ്ചി, മുളക്, പിന്നെ വെളുത്തുള്ളി, അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട്. 1950 സമയത്ത് പണിത സംഗതിയാണ്. മംഗലം ഡാം, പോത്തുണ്ടി ഡാമൊക്കെ നമ്മൾ ഈ റൂട്ടിന് നേരെ ബാക്കിലോട്ട് പോയാലുള്ളത്. അത്രയും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഒരുപാട് മലകൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. തുരങ്കത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മല തുരന്നുണ്ടാക്കിയതാട്ടോ. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നീളമുണ്ട് എന്നാണ് പറയുന്നത്. സംഗതി രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ അങ്ങേ ഭാഗം കാണാൻ പറ്റും. അത്രയും സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്.